യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. രോഗികളെ സുഖമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. രോഗികളെ സുഖമാക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. ജയിക്കുവാൻ, സാത്താനെ തകർക്കുവാൻ. പാപത്തെ ജയിക്കുവാൻ, സാത്താനെ തകർക്കുവാൻ. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, യേശുവിന്റെ നാമം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, യേശുവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ മരിയ. എല്ലാ തലമുറയോടും ചേർന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ആവേ മരിയ. അവിടുന്ന് ഞങ്ങളുടെ അമ്മയാണ് പരിശുദ്ധ മാതാവേ. യേശുവിന്റെ അമ്മയെ അവിടുന്ന് എൻ്റെ അമ്മയാകുന്നു, അവിടുന്ന് ഞങ്ങളുടെ അമ്മയാകുന്നു. ആവേ. 「あ
അത്യുന്നതന്റെ ശ്വാസവും അവിടുത്തെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമായ ജ്ഞാനമേ അങ്ങേക്കു സ്തുതി. അത്യുന്നതന്റെ ശക്തിയുടെ ശ്വാസമേ അവിടുത്തെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണമേ ഓ ജ്ഞാനമേ ജ്ഞാനമേ. അത്യുന്നതന്റെ നാവിൽ നിന്നും ഒരു മൂടൽ മഞ്ഞു പോലെ പുറപ്പെട്ടവളേ, ഭൂമിയെ ആവരണം ചെയ്തവളേ, ജ്ഞാനമേ 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 ജ്ഞാനമേ. ഈ ജനതയിൽ വേരുറയ്ക്കുക, ഇവരുടെ ഹൃദയങ്ങളിൽ വേരുറയ്ക്കുക. ജ്ഞാനമേ ജ്ഞാനമേ ജ്ഞാനമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ അത്ഭുതകരമായ ശുശ്രൂഷയിലൂടെ അവിടുന്ന് കൊടുക്കുന്ന വലിയ വിടുതലിനെ ഞാൻ സ്തോത്രം ചെയ്തതിൻ്റെ പിതാവേ, ജ്ഞാനത്തിൻ്റെ അഗ്നിയെ അയച്ചുകൊണ്ട്, ജ്ഞാനത്തിൻ്റെ പരിശുദ്ധിയെ സമൂഹത്തിലേക്ക് വർഷിച്ചുകൊണ്ട് ആരെല്ലാം വിശ്വസിച്ചോ, ആരെല്ലാം ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരിലേക്കെല്ലാം വിടുതലുണ്ട് അഭിഷേകം നിറയുകയാണ്. അവരെല്ലാം വിടുതലുണ്ട് ശക്തിയാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മറിയം വഴി നിനക്ക് ലഭിക്കുന്ന യേശുവിൻ്റെ അഭിഷേകമാണ്. പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് വന്ന ഈശോയെ തരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഈശോയെ ഏറ്റുപറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ശുശ്രൂഷകളും അതുതന്നെയാണ് കൊണ്ടെത്തിക്കുക. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കഴിഞ്ഞുപോയ എല്ലാ തലമുറകളും കർത്താവ് പറഞ്ഞു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കുരിശിൽ മരിച്ച ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ബന്ധനസ്ഥരെ ആത്മാക്കളുടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ള അവിടുത്തെ വചനം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് പറഞ്ഞു, ഇതാ വരുന്നു എന്ന് പറഞ്ഞിരുന്നു. വരുന്നു വരുന്നു, ഇറ്റ് ഇസ് കമ്മിങ്, വരുന്നു. ഈ അവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്ന മരിച്ചവരോടുള്ള സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് അന്ന് കർത്താവ് പറഞ്ഞു, ഇതാ വരുന്നു എന്ന് പറഞ്ഞു. മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. മരിച്ചവർ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയം വരുന്നു. അത് ഈ സമയമാണിത്, ഈ നിമിഷങ്ങളാണിത്, ഈ ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടമാണിത്. മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. മരിച്ചവർ കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ്. അനേകർ വിശ്വസിക്കുന്നു, അനേകർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയക്കുന്ന അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി തടവറകളെ തകർക്കാൻ ശക്തമാണ്. തടവറകളെ തുറക്കുകയാണ്. ഇത് തടവറയ്ക്കുള്ള സുവിശേഷമാണിത്. ഇത് തടവറയുടെ സുവിശേഷമാണിത്. എല്ലാ അടിമകളും കേൾക്കട്ടെ, എല്ലാ അടിമകളും കേൾക്കട്ടെ. ശരീരത്തിൽ മരിച്ചെങ്കിലും ആത്മാവിൽ ജീവിച്ചിരിക്കുന്ന ബന്ധനസ്ഥരായ ആത്മാക്കളെ, അടിമകളെ കേൾക്കുക. ഇത് നിങ്ങൾക്കുള്ള സുവിശേഷമാണ്. ഇത് തടവറയുടെ സുവിശേഷമാണിത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വചനം കടന്നു ചെല്ലട്ടെ. ലോകത്തിൻ്റെ അതിരുകൾ വരെയും ഈ സന്ദേശം കടന്നു ചെല്ലട്ടെ. സകല ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കട്ടെ. എല്ലാ അടിമകളും വീണ്ടെടുക്കപ്പെടട്ടെ. സങ്കീർത്തനം 144 1 മുതൽ വചനം. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യുവാൻ എൻ്റെ കൈകളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യുവാൻ കൈകളെയും പടപൊരുതുവാൻ വിരലുകളെയും കർത്താവിനെ പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇത് ദാവീദ് രാജാവ് പറഞ്ഞ സങ്കീർത്തന വചനങ്ങളാണെങ്കിൽ പോലും അന്ന് ദാവീദ് വാളുകൊണ്ട് യുദ്ധം ചെയ്തു, സൈന്യം കൊണ്ട് യുദ്ധം ചെയ്തു. എന്നാൽ ഈ തലമുറയിൽ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ വാളുകൊണ്ടല്ല,
ദൈവത്തിൻ്റെ വചനമെന്ന വാളുകൊണ്ട്, ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ സ്പിൻഡീസിൻ്റെ മക്കളും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണോ? നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണോ? അതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് എന്താണ് യുദ്ധം. ആത്മീയമായ യുദ്ധം. പാപത്തിനെതിരെ, ലോകത്തിനെതിരെ, പിശാചിനെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ വിജയിക്കുന്നവരാണ്, തോൽക്കുന്നവരല്ല സ്പിൻഡീസിൻ്റെ മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശക്തി അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലം അതാണ്. ഈ ലോകത്തിൻ്റെ പാപത്തെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശീലിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമുക്കെതിരെ കാറ്റ് വീശുമ്പോൾ പണ്ടൊക്കെ അതിൽ വീണു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് പാറ പോലെ നിന്നുകൊണ്ട് പാപത്തെ ചെറുക്കുവാൻ, പിശാചിനെ ചെറുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഓരോരുത്തരും പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതുകൊണ്ട് തന്നെ വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ജനതയായിട്ട് നിങ്ങൾ അറിയപ്പെടേണ്ടവരാണ്. 1 പത്രോസ് 2:9 മൂന്നാമത്തെ വചനം, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഓർത്തിരിക്കണം, ഓരോ സ്പിൻഡീസിൻ്റെ മക്കളും വിശുദ്ധ ജനതയായിട്ട് ദൈവത്തിന് മുമ്പിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകം നമ്മളെ പുച്ഛിക്കും, ലോകം നമ്മളെ അംഗീകരിക്കില്ല, ലോകം നമ്മളെ എതിർക്കും. കാരണം നമ്മൾ എന്താണെന്ന് ലോകത്തിന് അറിയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തെ പണ്ഡിതന്മാരെയോ ബുദ്ധിമാന്മാരെയോ സമ്പന്നന്മാരെയോ സ്വാധീനമുള്ള വ്യക്തികളെയോ അല്ല കർത്താവ് ഈ അഭിഷേകത്തിലേക്ക് തിരഞ്ഞെടുത്ത് വിളിച്ചിട്ടുള്ളത്. ആമേൻ. വെറും നിസ്സാരരായ, ദുർബലരായ, സാധാരണക്കാരായ മനുഷ്യരിലാണ് കർത്താവ് വിശ്വാസം അർപ്പിച്ച് തൻ്റെ അഭിഷേകത്തെ കൊടുത്തിട്ടുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അപ്രകാരം നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് ഈ പ്രിയപ്പെട്ടവരെ. സന്തോഷമുണ്ടോ? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല ജനിച്ചത്, ഒരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചത്. സുവിശേഷം ആദ്യം കടന്നു ചെല്ലുന്നത് ആട്ടിടയന്മാർക്കാണ്, രാജാക്കന്മാർക്കല്ല. ഇന്നും ദൈവം അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അന്ന് യേശു എങ്ങനെ വന്നുവോ, യേശു വന്നപ്പോൾ ലോകം എന്ത് ചെയ്തുവോ, ആ യേശുവിൽ വസിച്ച ആത്മാവ് ഇന്ന് ലോകത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും നിശ്ചിതമായ രീതിയിൽ മനുഷ്യനെ വിമർശിച്ച് എങ്ങനെയോ നശിപ്പിച്ച് കളയാനുള്ള എത്രയോ ക്രൂരമായ പദ്ധതികളാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്ത് ജയിച്ച് മുന്നേറുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. പരിശുദ്ധ കന്യാമറിയം നമ്മളെ സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് 2 വർഷം മുമ്പ് ഞാൻ വിചാരിക്കുന്നു, 2017 കാലഘട്ടത്തിൽ വിചാരിക്കുകയാണ്, ഈ കോട്ടയത്തൊരു ശുശ്രൂഷ നടത്തപ്പെട്ടപ്പോൾ അന്ന് യൂറോപ്പിലൂടെ 2017 യൂറോപ്പിലൂടെ 40 രാജ്യങ്ങളിലൂടെ യാത്ര നടത്തി. കർത്താവ് പറഞ്ഞത് പ്രകാരം ആ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. കുരിശ് തകർക്കപ്പെട്ടു. അതിന് വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കോട്ടയത്ത് ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. ഉത്തര കൊറിയയ്ക്കെതിരെ ഒരു പ്രാർത്ഥന അന്ന് ഇവിടെ നടത്തി. കാരണം ഉത്തര കൊറിയ ഒരു വലിയ ഭീഷണി മുടക്കിയിരുന്നു. മിസൈലുകൾ അവർ അയക്കുകയാണ് ജപ്പാനെയും ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഈ കോട്ടയത്തെ ഏതൊരു സ്ഥലത്താണ് ശുശ്രൂഷ നടത്തപ്പെട്ടത്. പക്ഷേ അന്ന് ഉത്തര കൊറിയയ്ക്കെതിരായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധന പ്രാർത്ഥന നടത്തി. അവർ വിക്ഷേപിക്കുന്ന സകല മിസൈലുകളെയും കിട്ടിക്കൊണ്ട് പ്രാർത്ഥന നടത്തി. അന്ന് തന്നെ സംഭവം, അന്ന് 2 മിസൈൽ അവർ അയച്ചു. അത് 2 നേരെ മുകളിലോട്ട് പോയിട്ട് കടലിൽ പോയി പതിച്ചു. 2 മിസൈലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അതാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ സബ്ജക്റ്റാണത്. ഉത്തര കൊറിയയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്, ഇപ്പോൾ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ എവിടെ പോയി എന്ന്. ഇത് യുദ്ധമാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് അറിയില്ല. അവർ നോക്കുമ്പോൾ കുറേ ഭോഷന്മാർ വിളിച്ചു പറയുന്നു, ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു, ദിസ് ഈസ് ദ ലാസ്റ്റ് ഗോസ്പൽ. ഇത് ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള അവസാന സുവിശേഷമാണിത്. ഇതിനപ്പുറത്ത് വേറെ സുവിശേഷം ഉണ്ടാകില്ല. ഈ വചനം ഉറപ്പ്. അത് വർഷത്വമല്ല പറഞ്ഞത്, സ്വീകരിക്കാൻ ലോകത്തിന് പറ്റില്ല. കാരണം ഞാനായിരിക്കുന്ന രംഗത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയുക. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ്
ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുമായിരുന്നു ഇത് അവസാന സുവിശേഷമാണ് എന്ന്. ഞാൻ അന്ന് ഇത് പലപ്പോഴും പലയിടത്തും ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ പറഞ്ഞപ്പോൾ പലരും എതിർത്തു തന്നെ. അങ്ങനെ സംഭവമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞിട്ടില്ല പിന്നീട്. പക്ഷെ ഇപ്പോൾ ആത്മാവിൻ്റെ ശക്തി ഞാൻ പറയും, ഇതിനപ്പുറത്തിന് വേറെ സുവിശേഷം ഉണ്ടാകില്ല. ഇതിലേക്ക് വിളിക്കപ്പെട്ടത് വളരെ ചുരുക്കം ആളുകളാണ്. പക്ഷെ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ദൈവമേ, ലോകം എതിർത്താലും സഭ എതിർത്താലും ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് സ്പിഡിഷ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കണ്ടുകൂടാ, കേട്ടുകൂടാ, ഇത്രയും എതിർപ്പാണ്. പക്ഷെ അവർക്കറിയില്ല, റോം ഉൾപ്പെടെ ഇറ്റലിയിലെ അനേകം ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് ഈ സ്പിഡിഷ് അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഇവിടെ വ്യക്തികൾക്ക് പ്രസക്തിയില്ല, വ്യക്തികളല്ല, അഭിഷേകമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വസിച്ച പരിശുദ്ധാത്മാവ് അത് ആ പേരിൽ, സ്പിഡിഷ് എന്ന പേരിൽ ഈ തലമുറയ്ക്ക് തന്നു. ഈ അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അന്ന് യേശു ചെയ്തത് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല, ഇന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അന്തമായിട്ട് എതിർക്കുകയാണ്. പക്ഷേ നമ്മളായിരിക്കുന്ന വലിയ ഉത്തരംഗത്തിലാണ്. അതുപോലെ തന്നെയാണ് ലോകത്തിലെമ്പാടും പരിശുദ്ധ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന പിശാചിൻ്റെ സാമ്രാജ്യം ഒത്തിരിയുണ്ട്. ക്രിസ്തീയ വിശ്വാസികളാണ്, പക്ഷെ മാതാവില്ല. മാതാവിനെതിരെ ഭയങ്കര ആഫ്രിക്കൻ ഭൂഖണ്ഡം, അതുപോലെ യൂറോപ്പിലെ കുറേ രാജ്യങ്ങൾ പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അതിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കടന്നു അതിലൂടെയാണ് ഫാത്തിമയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള യാത്ര. അങ്ങനെയായിരുന്നു. മാതാവില്ലാത്ത, കത്തോലിക്ക വിശ്വാസമില്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അതിലേക്ക് കടന്നുപോയത്. എന്തിനാണ് യാത്ര പോയത്? ഈ അടിമകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തലമുറകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന അടിമകൾ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞത് തടവറയുടെ സുവിശേഷം എന്ന് പറഞ്ഞു. ഈ സുവിശേഷം ഞാനിവിടെ 2 പ്രാവശ്യം ആവർത്തിച്ച വാക്ക്, തടവറയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി തടവറയിൽ കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സുവിശേഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞുപോയ വർഷം ഞാൻ വിചാരിക്കുന്നു, ഫ്ലോറിഡയെ നശിപ്പിക്കാൻ വന്ന ഒരു ഇർമ ചുഴലിക്കൊടുങ്കാറ്റ്, അത് കരീബിയൻ ദ്വീപുകൾ എന്ന് പറഞ്ഞ കുറേ രാജ്യങ്ങളാണത്. അത് മുഴുവൻ പാടെ നശിപ്പിച്ച് അമേരിക്കയുടെ അങ്ങേ അറ്റത്തു നിന്ന് ഗോട്ടിമാല, ഹോണ്ടുറാസ്, നിക്കരാഗെ തുടങ്ങിയ രാജ്യങ്ങളിൽ കടലിൽ നിന്നും ആരംഭിച്ച വലിയ ചുഴലിക്കൊടുങ്കാറ്റ് കരയെ നശിപ്പിച്ച്, പൂർണ്ണമായും നശിപ്പിച്ച് അങ്ങനെ അത് അമേരിക്കയിൽ ഫ്ലോറിഡയിലേക്ക് വരികയാണ്. ആ സമയത്താണ് കോഴിക്കോട് ശുശ്രൂഷ നടത്തപ്പെട്ടത്. ഈ അത്ഭുതങ്ങളുടെ ജമാല ശുശ്രൂഷ. ഫ്ലോറിഡയിൽ നിന്ന് ഒരു സഹോദരനിക്ക് ഒരു മെസ്സേജ് അയച്ചു, ബ്രദറെ, ഞങ്ങളെല്ലാം ഭയങ്കര ഭയത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ദുരിതം വരാൻ പോകുന്നു ഇവിടെ. പക്ഷെ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് അവിടെ വെച്ച് അമേരിക്കയ്ക്ക് വേണ്ടി, ഫ്ലോറിഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ട് 10ലേറെ മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. അവർ നമ്മളെക്കാൾ 10 മണിക്കൂർ പുറകിലാണ്. അന്ന് നടത്തപ്പെട്ട ആ പ്രാർത്ഥന ചുഴലിക്കൊടുങ്കാറ്റിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അത് 8 റിച്ഛർ സ്കെയിലിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെയും അത് ഫ്ലോറിഡയിലേക്ക് വരാൻ കാണിച്ചിരുന്ന അളവ്. പക്ഷെ നമ്മുടെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലോറിഡ എത്തുമ്പോഴേക്കും 4ലേക്ക് വന്നു, താഴേക്ക് താന്ന് ശാന്തമായി ആ കാറ്റതിൽ കടന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആത്മാക്കളെ എല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പിടിക്കപ്പെടുകയാണ്, കെട്ടപ്പെടുകയാണ്. അത് ഈ അഭിഷേകമാണത്. നമുക്ക് നമ്മൾക്കട്ട അഭിഷേകത്തിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ എന്താണ് ചെയ്യുന്നതെന്ന് ലോകത്തിന് അറിയില്ല. ലോകം അന്ധമായിട്ട് എതിർക്കുകയാണ്. ലോകമെന്ന് ഞാൻ പറയില്ല, പിശാചാണ്. കാരണം ഒരിക്കലും സാത്താൻ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അത്രമാത്രം ശത്രുത, അത്രമാത്രം എതിർപ്പിലാണ് പിശാച് നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് തണലിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ 2ാം വരവിന് മുമ്പ് മാതാവിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഓട്ടം പൂർത്തിയാക്കും, ഈ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എത്തും, അനേക രക്ഷ പ്രാപിക്കും. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം എനിക്ക് അറിയില്ല. വാസ്തവത്തിൽ ഇത്രമാത്രം സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും നൽകപ്പെട്ടിട്ട് യാതൊരു വിലയും കൽപ്പിക്കാതെ വചനത്തെ തള്ളിപ്പറയുന്ന മനുഷ്യർ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവം അവരോട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ, ഇതെല്ലാം
സാത്താൻ്റെ വഞ്ചനയായതുകൊണ്ട്, ചതിവായതുകൊണ്ട് മനുഷ്യനെ അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അത് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഒരു സമയം വരും, ജ്ഞാനത്തിൻ്റെ ശക്തി, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് മിന്നൽ പിണറ് പോലെ ഹൃദയങ്ങളെ തൊട്ട് വലിയ പശ്ചാത്താപത്തിലേക്ക് നയിക്കും. സകല പാപികളും മനസ്സാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവർ. കാരണം എൻ്റെ ഉള്ളിനുള്ളിൽ വലിയ ആഗ്രഹമാണ്, ദൈവമേ ഒരുവന് പോലും നഷ്ടപ്പെട്ടു പോകരുത്. എത്ര വലിയ പാപിയാകട്ടെ, എത്ര നീചനും നികൃഷ്ടനുമാകട്ടെ, മനുഷ്യൻ അറിയില്ല അവൻ എന്താ ചെയ്യുന്നതെന്ന്. നമ്മളെ ചീത്ത പറയുന്നവരായിരിക്കാം, തല്ലാൻ വരുന്നവരായിരിക്കാം, കൊല്ലാൻ വരുന്നവരായിരിക്കാം, പക്ഷെ അവരറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. കർത്താവേ, അങ്ങ് അവരോട് ക്ഷമിച്ച് അവരെയും വിട്ടു കൊടുക്കരുതേ. കാരണം ഇനി ഒരുവൻ എറിയപ്പെട്ടാൽ എറിയപ്പെടുന്നത് നിത്യാഗ്നിയിലേക്കാണ്. പിന്നെ ഒരിക്കൽ പോലും രക്ഷപ്പെടുത്താൻ ആർക്കും ആവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരുവന് പോലും നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ഒരുവനും പോലും നഷ്ടപ്പെട്ട നിത്യാഗ്നിയിൽ ചെന്ന് പതിക്കുവാൻ ഇടവരരുതേ എന്നെൻ്റെ ഒരു നിലവിളിയും എൻ്റെ പ്രാർത്ഥനയുമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ദൈവം കൈവിടില്ല. കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. ജ്ഞാനത്തിൻ്റെ ശക്തി, പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം, അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആദിയിൽ ഭൂമിയെ മൂടിയ മൂടൽമഞ്ഞ് പോലെ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വന്ന് ഈ ഭൂമിയെ മൂടുക തന്നെ ചെയ്യും. ആ ജോയേൽ പ്രവാചകൻ പ്രവചിച്ച ജോയേൽ 28 വചനം അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരും ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും ആത്മാവിനെ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങൾ ഞാൻ കാണിക്കും. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, രക്തവും അഗ്നിയും ധൂമപടലവും. രക്തവും അഗ്നിയും ധൂമപടലവും. അവസാനം സംഭവിക്കാൻ പോകുന്ന 3 അടയാളങ്ങൾ. രക്തം, യേശുവിൻ്റെ രക്തമാണ്. എല്ലാവരെയും വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ രക്തം. 2 അഗ്നി, വചനമെന്ന അഗ്നി, പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടും. 3 ധൂമപടലം. അതിൻ്റെ യഥാർത്ഥമായ വാക്ക് മഞ്ഞുപടലമെന്നാണ്. മൂടൽ മഞ്ഞ്. ഈ മൂടൽ മഞ്ഞ് ജ്ഞാനമാണ് എന്ന് ഞാൻ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രഭാഷകൻ 24:2 നാം കേൾക്കുന്നു, ജ്ഞാനം പറയുന്നു, ഞാൻ അത്യുന്നതൻ്റെ നാവിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് പോലെ ഉയർന്ന് ഭൂമിയെ ആവരണം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറഞ്ഞിട്ടുണ്ട്, ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുൻപ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം ഈ ഭൂമിയിൽ എല്ലാ ശിശുകളിലേക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസാന നാളിൽ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അതേ മൂടൽ മഞ്ഞ്, അതേ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരണം. അങ്ങനെ ഇറങ്ങി വന്ന് സൃഷ്ടികളിലുള്ള മനുഷ്യപാപം വഴി കടന്നു വന്ന പിശാചിൻ്റെ ആധിപത്യങ്ങളെ പിടിതെറിഞ്ഞ് സൃഷ്ടികളിൽ ദൈവം വെച്ചിട്ടുള്ള ഈ അഭിഷേകം, ജ്ഞാനത്തിൻ്റെ ശക്തി ഉണരണം. അത് ഉണരുമ്പോൾ ദുഷ്ടൻ്റെ സ്വാധീനം വിട്ടുപോവുകയും ഉന്നതത്തിൽ ദൈവം അയക്കുന്ന ജ്ഞാനം കൊണ്ട് എല്ലാ ശിശുക്കളും രൂപാന്തരപ്പെടുകയും ചെയ്യും. ആമേൻ. ഇതെൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയുമാണ്. പക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ദൈവവും വളർത്തിയെടുത്ത ഈ മക്കൾ, നിങ്ങൾ ഓരോ സ്വീഡിസിൻ്റെ മക്കളും നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ഈ ലോകത്തെ കീഴ്മേലും മറിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ. നാം യുദ്ധരംഗത്ത് നിൽക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാകുമെന്ന് ഓർത്തുകൊള്ളുക. പക്ഷെ നമുക്കവരെ സ്നേഹിക്കാം. നിങ്ങളാരും ഒരിക്കലും വിചാരിക്കരുത് ആരെങ്കിലും നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കും, നമ്മളെ കൈകൊട്ടി സ്വീകരിക്കും. ഇല്ല, ഒരിക്കലുമില്ല. ഇത് വലിയൊരു യുദ്ധമാണ്. കഴിഞ്ഞ യാത്രയിൽ ഫാത്തിമയിൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം വാങ്ങിക്കൊണ്ട് ആ യാത്രയുടെ അവസാനമായിരുന്നു റോമിലായിരുന്നു, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലായിരുന്നു ആ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മാവിൻ്റെ രോഷം ഞാനത് ഏറ്റു പറയുകയാണ്. ഞാൻ ആ പീറ്റേഴ്സ് ബസിലിക്കയിലൂടെ മാതാവിൻ്റെ തിരുസ്വരൂപം പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്, കത്തോലിക്ക സഭയുടെ ആസ്ഥാനങ്ങളിൽ പിശാച് കൊണ്ടുവന്നിട്ടുള്ള സകല ശക്തികളും, സാത്താൻ്റെ ശക്തികളും ഫാത്തിമ മാതാവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ തകർക്കപ്പെടട്ടെ, അതെല്ലാം നിർവീര്യമാക്കപ്പെടട്ടെ. ഇന്ന് സഭയിൽ വന്നിട്ടുള്ള പിശാചിൻ്റെ സകല ഭരണങ്ങളും, ഈ കഴിഞ്ഞുപോയ ഒക്ടോബർ മാസത്തിൽ റോമിൽ സംഭവിച്ച ആമസോൺ സിനഡിൻ്റെ ഭാഗമായ 2 സ്ത്രീകളുടെ നഗ്നരൂപങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ പച്ചമാമ എന്ന പേരിൽ അവിടെ നടത്തപ്പെട്ട പൂജാകർമ്മങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ പിശാചിനെ കൊണ്ടുവരാൻ ഇടവന്ന അത്തരത്തിലുള്ള പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ
സ്പിരിറ്റ് ജീസസ് എപ്പോഴും മുമ്പിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ആ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലൂടെ മാതാവിൻ്റെ തിരുസ്വരൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ നടന്നു. മാതാവിൻ്റെ ആധിപത്യം സഭയ്ക്കുള്ളിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് ജനസമൂഹം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏതാനും പേര് മാത്രം. ഇറ്റലിയിലെ റോമിലുള്ള ഡോക്ടർ ഷമേരിയുടെ കുറേ മക്കളുണ്ടായിരുന്നു. അവിടെ ഒരു വണ്ട ശുശ്രൂഷയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. മാതാവിൻ്റെ രൂപം വഹിച്ചുള്ള ഈ നന്മ ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, കരബലത്താലും സൈന്യബലത്താലുമല്ല, ആത്മാവിൻ്റെ ശക്തിയാൽ അത്രേ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് 10,000 ഒന്നും വേണ്ട, 10 പേര് മതി. വിശ്വസ്തമായിട്ട് നിന്നോ, ഈ ലോകത്തെ കിഴിമല മറിക്കും സ്പിരിറ്റിന് അഭിഷേകം. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ നിങ്ങളുടെ സമർപ്പിതമായ പ്രാർത്ഥന, ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന, വിശുദ്ധമായ ജീവിതം, വിശുദ്ധമായ യോഗ്യമായ കുർബാന സ്വീകരണം, ഇത് നമ്മുടെ ശക്തിയാണിത്. അതിനെ തടയാൻ നിഷേധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ജപമാല നിരന്തരമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ടു നന്മ പറഞ്ഞ പ്രാർത്ഥനയുടെ ശക്തി. അപ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിലേക്ക് മാതാവിനെ കൊണ്ടുവരിക. എത്രയോ തകർന്ന കുടുംബങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, ആദ്യകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിച്ച കാലഘട്ടങ്ങളിൽ എത്രയോ വ്യക്തികളാണ് തകർക്കപ്പെട്ടു വന്നിട്ട് ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്ന മരുന്ന് ഇതായിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയും. പിന്നെ ഞാൻ കേൾക്കുന്നത് നല്ല സാക്ഷ്യങ്ങളാണ്. ഭർത്താവ് മാനസാന്തരപ്പെട്ടു, മുടിക്കുട്ടിയനും മദ്യപാനിയും കഞ്ചാവിനടിമയുമായ ഭർത്താക്കന്മാർ പോലും ആ ഭാര്യയുടെ, ഒരു പെന്തക്കോസ്ത സ്ത്രീയായിരുന്ന ഭാര്യ, അവരുടെ ജീവിതം മുഴുവൻ ആ പള്ളിയിലായിരുന്നു. ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ വലിയ കലാപം, അവരുടെ മകനെ കാണാതായി. അവർ തേടി അന്വേഷിച്ച് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു ചെറിയ പള്ളിയിലേക്കാണ്. അവിടെ വന്നിട്ട് അവർ കരഞ്ഞ് നിലവിളിക്കുകയാണ്, തൻ്റെ മകനെ കാണാനില്ല, അപ്പൻ കൊല്ലാൻ നോക്കുന്നു. കത്തിയെടുത്തിട്ട് ഇറങ്ങിപ്പോയി, മകൻ ഒളിച്ചോടി പോയി. 5 വയസ്സേ പ്രായമുള്ളൂ. അവിടെ പോയി രാത്രി അറിയില്ല. ഈ സ്ത്രീ ആശ്വസിച്ച് വിട്ടു, നാളെ പകൽ സംസാരിക്കാം, അവനൊന്നും വരില്ല, പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞ് ഒരു കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അവൻ തിരിച്ച് ഏതോ വീട്ടിൽ പോയിരുന്നു. നേരപ്പെടുത്ത കുഞ്ഞിനെ കിട്ടിയവർക്ക്. പക്ഷെ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്രയും വർഷം നിങ്ങൾ വിശ്വസിച്ച വിശ്വാസമുണ്ട്, പക്ഷെ ഞാനൊരു മരുന്ന് തരാം, നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെടും. എന്നോട് പറഞ്ഞു, എന്ത് തന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കുടുംബം രക്ഷപ്പെടണം. ജപമാല പുസ്തകം കൊടുത്തു, ഇത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 30 ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുള്ളിൽ നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെടും. 30 ദിവസം വേണ്ടി വന്നില്ല. 15ാമത്തെ ദിവസം രാവിലെ കൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കോളിംഗ് ബെല്ല് ശബ്ദിക്കുന്നു. ഞാൻ ഡോർ തുറക്കുമ്പോൾ ഈ മനുഷ്യനാണ്. ഇയാൾ വന്നേരെ കാലിൽ വന്ന് വീഴുകയാണ്. ക്ഷമിക്കണം, ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്, എന്നെ രക്ഷിക്കണമെന്ന് പറയും. ഭയങ്കര നിലവിളിയാണ്. ഇവിടെ ഭാര്യയും കൂട്ടത്തിലുണ്ട്, മകനും ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ സ്ത്രീ പറയുകയാണ്, ഞാൻ ഇത്രയും ദിവസങ്ങൾ ജപമാല ചൊല്ലി, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇന്നലെ മുതൽ അയാൾ മദ്യപിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല. ഇന്നിപ്പോൾ അയാൾക്ക് രാവിലെ സുബോധം വന്നു, അതുകൊണ്ടാണ് സാറിനെ കാണാൻ വന്നത്. ഞാൻ അവരെ പറഞ്ഞു, നിങ്ങളൊരു ധ്യാനം വന്ന് കൂടെ എന്ന് പറഞ്ഞ് ഒരു ധ്യാനത്തിൽ പങ്കെടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ജപമാല വഴി. കാരണം അത് അഗ്നിയാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചുള്ള ആത്മാക്കൾക്ക് വേണ്ടി ജപമാല വഴി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അത് മാത്രമാണ്. എത്ര രൂക്ഷ പ്രശ്നമായി ഉത്തരമുണ്ടതിന് ഉറപ്പുള്ള കാര്യമാണ്. വിശുദ്ധമായി വചനത്തിൽ വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് നിങ്ങൾ ജപമാല ചൊല്ലി നിങ്ങളുടെ തലമുറക്ക് വേണ്ടി നിങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു, അവർ രക്ഷപ്പെടും. ഹല്ലേലൂയ. നമ്മൾ പ്രശ്നങ്ങളെ ഓർത്ത് നിരാശപ്പെടുകയില്ല, ഞാൻ പ്രാർത്ഥന ഉത്തരവൊന്നും കിട്ടുന്നില്ല. ഇല്ല, ഉത്തരമുണ്ട്. ഉത്തരമില്ലാത്തൊരു പ്രാർത്ഥന ഇല്ല. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നൊരു ദൈവം തന്നെ മുമ്പിൽ നിൽപ്പുണ്ട്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ജീവൻ അർപ്പിച്ച കർത്താവ് യേശുക്രിസ്തു നമ്മെ രക്ഷിക്കാൻ വേണ്ടി എല്ലാം നമുക്ക് വേണ്ടി തന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കത്തില്ലെന്നോ? നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കണം.